ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്റ്റുഡിയോയാണ്. അങ്ങനെ മാനസയുടെ പാട്ടിന് ശേഷം മാനസയുടെ പാട്ട് ഗംഭീരമായിരുന്നെന്ന് പറഞ്ഞ് വിസ്മയ മാനസയ്ക്ക് 10 മാർക്ക് തന്നെ നൽകുന്നു. ഇതൊക്കെ കണ്ട് പേടിയോടെ നിൽക്കുകയാണ് അഖിലും ശ്യാമയും. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. അപ്പു പറയുകയാണ്, എന്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞതുകൊണ്ട് ശ്യാമേച്ചിക്ക് പാടാനേ പറ്റില്ല, അല്ലെങ്കിൽ ശ്യാമേച്ചി പാടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും ശ്യാമേച്ചി ഒന്ന് വിളിക്കണമെന്ന് അപ്പു പറയുമ്പോൾ അതെങ്ങനെയാ മോനെ എന്ന് വാസുദേവൻ ചോദിക്കുന്നു. അതേസമയം ഡോക്ടർ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് നിന്നും പെർമിഷൻ വാങ്ങിയാണ് അപ്പു. അങ്ങനെ വാസുദേവന്റെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി അപ്പു ശ്യാമയെ വിളിക്കുന്നു. തുടർന്ന് ആങ്കർ പറയുകയാണ്, മാനസ നന്നായി തകർത്ത് തന്നെ പാടിയിട്ട് പോയി. അടുത്തതായി പാടാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ശ്യാമയാണ്. അങ്ങനെ ശ്യാമയെ വേദിയിലേക്ക് വിളിക്കുമ്പോൾ ശ്യാമ ഭയത്തോടെ ചുറ്റും നോക്കുകയാണ്. ശ്യാമയോട് വേദിയിലേക്ക് ചെല്ലാൻ അഖിലും ചാനലിന്റെ ഹെഡുമൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെ കൊണ്ടാകില്ലെന്ന് ശ്യാമ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതേസമയം അഖിലിന്റെ ഫോണിലേക്ക് അപ്പു വിളിക്കുകയാണ്. ദേടോ, അപ്പു വിളിക്കുന്നെന്ന് പറഞ്ഞ് അഖില് ശ്യാമയ്ക്ക് ഫോൺ നൽകുന്നു. ചേച്ചി, ഞാൻ അപ്പുവാണ്. ചേച്ചി ഇന്ന് പാടിയാൽ മാത്രമേ അപ്പു രക്ഷപ്പെടൂ, ഇല്ലെങ്കിൽ അപ്പു ഹൃദയം പൊട്ടി മരിച്ചു പോകും. ഇന്നെന്താണെങ്കിലും ചേച്ചിയുടെ അപ്പുവിന് വേണ്ടി പാടണമെന്നും അപ്പു പറയുമ്പോൾ ഇതെല്ലാം കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ശ്യാമ. എന്റെ ചേച്ചി എന്താണെങ്കിലും ഇന്ന് ഫസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞ് അപ്പു കോള് കട്ട് ചെയ്യുന്നു. അതേസമയം ആങ്കർ ശ്യാമയെ വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ എല്ലാവരും ശ്യാമയെ കാണാതെ ചുറ്റും നോക്കുകയാണ്. തുടർന്ന് ശ്യാമ GK സാറിന്റെ അടുത്ത് എന്ന് പറയുകയാണ്, സാർ, എല്ലാവർക്കും വേണ്ടി ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ GKയുടെ മുന്നിൽ കൈകൂപ്പുമ്പോൾ GK പറയുകയാണ്, ശ്യാമേ, ഈ ക്ഷമയ്ക്ക് വേണ്ടിയല്ല ഞാൻ കാത്തിരുന്നത്. ശ്യാമ എല്ലാവരുടെ മുമ്പിൽ ജയിച്ചു കാണണം. എനിക്ക് എന്നെയും ശ്യാമയെ അപമാനിച്ചവർക്കുള്ള മറുപടിയാകണം അത്. ചെല്ലു ശ്യാമേ, പോയി ജയിച്ചിട്ട് വായെന്ന് GK പറയുമ്പോൾ ധൈര്യം സംഭരിച്ച് സ്റ്റേജിലേക്ക് ചെല്ലുകയാണ് ശ്യാമ. അതേസമയം ശ്യാമ വേദിയിലേക്ക് കയറുന്നത് ലൈവായി കാണുന്ന അപ്പുവിനും വാസുദേവനും ദേവകിക്കും സന്തോഷമാകുന്നു. അങ്ങനെ വേദിയിലേക്ക് കയറുന്ന ശ്യാമ മഹിമയും മാനസയും അന്ന് തന്നെ അപമാനിച്ച കാര്യമെല്ലാം ഓർക്കുന്നു. പിന്നീട് ശ്യാമ വിസ്മയെ നോക്കുമ്പോൾ അന്ന് ദേവകിയെ പോലീസ് അറസ്റ്റ് ചെയ്ത കാര്യം, അന്ന് അരുന്ധതിയും വിസ്മയയും ദേവകി ഇറക്കണമെങ്കിൽ പാട്ടുപാടാൻ പറഞ്ഞതും ഒക്കെ തന്നെ ശ്യാമ ഓർക്കുകയാണ്. തുടർന്ന് ശ്യാമ വേദിയിൽ കണ്ണടച്ചു നിൽക്കുമ്പോൾ വസുന്ധര അന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്യാമ ഓർക്കുന്നു. ശ്യാമയ്ക്ക് പാട്ടുപാടാനുള്ള കഴിവില്ലെന്നും ഇതെല്ലാം വെറുതെ അവളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഒക്കെ വസുന്ധര പറഞ്ഞത് ശ്യാമയ്ക്ക് ഓർമ്മ വരികയാണ്. അതേസമയം വേദിയിലുള്ള ജഡ്ജി ശ്യാമയോട് പാട്ടുപാടാൻ പറയുന്നു. അങ്ങനെ ശ്യാമ പാട്ടുപാടാൻ ആരംഭിക്കുകയാണ്. സദസ്സിലുള്ള എല്ലാവരും ശ്യാമയുടെ പാട്ടിൽ ലയിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത്. പാടുന്നതിന്റെ ഇടയ്ക്ക് അരുന്ധതിയും വിസ്മയും ഇന്നവരെ തന്നോട് ചെയ്ത ദ്രോഹങ്ങളെല്ലാം തന്നെ ശ്യാമ ഓർക്കുന്നു. ഐശ്വര്യ തന്നെ ചതിക്കാനായി ഗ്രീൻ ടീ കൊണ്ടുവച്ചതും വിസ്മയ്ക്ക് കിട്ടേണ്ട പുരസ്കാരം തനിക്ക് കിട്ടിയതും ഒക്കെ തന്നെ ശ്യാമ ഓർത്ത് ഇതിൽ നിന്നും കരഞ്ഞുകൊണ്ട് പാട്ടുപാടുകയാണ്. അങ്ങനെ ശ്യാമ തന്റെ പാട്ടുപാടി കഴിയുമ്പോൾ ജഡ്ജസ് അടക്കം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ശ്യാമയുടെ പാട്ടിന് കയ്യടി നൽകുകയാണ്. പാടുന്നത് ശ്യാമയാണെന്നുള്ള കാര്യം മറന്ന് ആ പാട്ടിന്റെ മികവിന് വേണ്ടി വസുന്ധരയും കൈയടിക്കുമ്പോൾ ഐശ്വര്യ കൈ തട്ടിക്കൊണ്ട് വസുന്ധരയെ കൈയടി നിർത്തിക്കുകയാണ്. തുടർന്ന് ഒരു ജഡ്ജി ശ്യാമയുടെ അടുത്തേക്ക് ചെന്ന് ശ്യാമയെ ചേർത്ത് പിടിച്ച് നന്നായി വരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അരുന്ധതിയും വിസ്മയും ഐശ്വര്യയും. തുടർന്ന് ആങ്കർ മാനസയും ശ്യാമയും വേദിയിലേക്ക് വിളിച്ച് പറയുകയാണ്, ഇനിയാണ് നമ്മൾ എല്ലാവരും കാത്തിരുന്ന മുഹൂർത്തം. മാനസ, ശ്യാമ, ഇവരിൽ ആരാണ് വിജയെന്ന് നമുക്കറിയാം. ഇത് കേൾക്കുന്ന എല്ലാവരും ആകാംക്ഷയോടെ ജഡ്ജസിനെ നോക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.